അപ്പോൾ പലസ്തീനിൽ അവർക്ക് മാൻഡേറ്റ് ഓഫ് പലസ്തൈൻ എന്നൊരു ടെറിട്ടറി, ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പലസ്തൈൻ എന്നുണ്ടാവും. അപ്പോൾ സയനിസ്റ്റ് തീർച്ചയായിട്ടും അവർ ലോബി, ബ്രിട്ടീഷ് പാർലമെന്റിൽ ലോബി ചെയ്യാൻ പവറുള്ള ഒരു സംഘടനയായിരുന്നു സയനിസ്റ്റ് സംഘടന. അവർ പറയുകയാണ് യെസ്, ഇനി ഞങ്ങൾക്ക് അവിടെ സ്ഥലം തരും, ഞങ്ങൾക്കൊരു രാജ്യം തരും. അപ്പോൾ ബ്രിട്ടീഷുകാർ അവിടെ ബാൽഫോർഡ് ഡിക്ലറേഷൻ, അത് റോത്ത്ഷൈൽഡിന് എഴുതുന്ന ഒരു കത്താണ്, അത് ബാൽഫോർഡ് പ്രഭു എഴുതുന്ന കത്താണ്. We will establish a home for Jews in the British Mandate of Palestine എന്ന് പറയുന്ന ഇത് എഴുതാം. ഈ മൈഗ്രേഷൻ അങ്ങനെ തുടങ്ങിയാണ്. അതിന് മുമ്പ് ഉണ്ടായിരുന്നു, 1890s തൊട്ട് തന്നെ ഇഷ്യൂകൾ എന്ന് പറയുന്ന വിഭാഗം, അവരെ ഇഷ്യൂകൾ, അതായത് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ഏർലി അഡോപ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ആദ്യകാലങ്ങളിൽ വന്ന് സെറ്റിൽ ആയവർ കുറച്ച് പേരുണ്ട്. അവര് അന്നത്തെ കാലത്ത് ഈ പാസ്പോർട്ട് എന്നൊക്കെ പറയുന്നത് വളരെ നൂതനമായിട്ടൊരു ഒരു 500 കൊല്ലം മുമ്പാണ് ആദ്യത്തെ പാസ്പോർട്ട് 1450s കണ്ടാണ് ഈ ബ്രിട്ടീഷ് കണ്ടുപിടിച്ചെങ്കിലും, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ തുടങ്ങിയെങ്കിലും അതൊരു വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 100 വർഷം പോലും ആയി കാണില്ല. 100-120 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഈ പാസ്പോർട്ട് വളരെ ഇതായിട്ട് ഉപയോഗിക്കുക. അന്നത്തെ കാലത്ത് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി താമസിക്കുക, നിങ്ങൾക്ക് എൻട്രി കിട്ടി കഴിഞ്ഞാൽ ആരെങ്കിലും സ്ഥലം തന്നു കഴിഞ്ഞാൽ അവിടെ പോയി, കാരണം ഫ്യൂഡൽ ബന്ധങ്ങളാണല്ലോ എല്ലാം. ഒരു ലാൻഡ് ലോഡ് ഉണ്ടാവും, ആ ലാൻഡ് ലോഡിന് വേണ്ടി പണിയെടുക്കാനായിട്ട്, കുടിയാനായിട്ട് അവിടെ പോയി താമസിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കച്ചവടമോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഭൂമി എന്ന് കഴിഞ്ഞിട്ട് അവിടെ പോയി താമസിക്കാം. ഇന്നത്തെ പോലത്തെ സ്ട്രിക്റ്റ് ബോർഡർ കൺട്രോൾ, പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അങ്ങനെയല്ല അന്ന്. അതൊക്കെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വളരെ വ്യാപകമായിട്ട് നേഷൻ സ്റ്റേറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ മൈഗ്രേഷൻസ് ഒരുപാട് സംഭവിക്കുന്നുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫ്യൂ ഹൺഡ്രഡ്സ് ഈച്ച് ഇയർ അങ്ങനെയാണ് വരുന്നത്. ഇവര് ബാൽഫോർഡ് ഡിക്ലറേഷന് ശേഷം വ്യാപകമായിട്ട് ഈ ഫ്യൂ ഹൺഡ്രഡ്സ് എന്ന് പറയുന്ന 100 കണക്കിന് ഒരു വർഷം എന്നുള്ളത് 1000 ഒരു വർഷമായിട്ട് മാറും. ഇവർക്ക് ഇത് വലിയൊരു ഡെമോഗ്രഫിക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഇവർ വരുന്നത് സയനിസ്റ്റ് കോളനൈസേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇന്നും നിലനിൽക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. സയനിസ്റ്റ് കോളനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഫണ്ട്, ഇറ്റ്സ് എ ഫണ്ട്, കാശ് കൊടുത്ത് സ്ഥലം മേടിക്കാനുള്ള ഫണ്ടാണത്, അല്ലെങ്കിൽ ലോബി ചെയ്യാനുള്ള ഫണ്ടാണ്. അവര് ഏകദേശം 7%, ഇന്നത്തെ ഇസ്രായേലിന്റെ 7% ഭൂമി കാശ് കൊടുത്ത് മേടിച്ചതാണ്. പലരും ഈ ഒരു ആർഗ്യുമെന്റ് വെക്കാറുണ്ട്, ഇതെല്ലാം കാശ് കൊടുത്ത് മേടിച്ച സ്ഥലമാണ്. 7% ഉള്ളൂ, ബാക്കിയെല്ലാം വെട്ടിപ്പിച്ചത്. 7% അവർ കാശ് കൊടുത്ത് മേടിക്കുന്നത്. ഈ കാശ് കൊടുത്ത് മേടിക്കുന്നത് തന്നെ ജന്മിയുടെ നിന്നാണ് മേടിക്കുന്നത്. ജന്മി ഇരിക്കുന്നത് ഡമാസ്കസിലോ ബെയ്റൂട്ടിലോ ആയിരിക്കും. സ്ഥലം, അയാളുടെ സ്ഥലം ഹൈഫയിലോ ജാഫയിലോ അല്ലെങ്കിൽ ജെറൂസലേമിലോ പലസ്തീനിലോ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും. അവിടെ കുടിയന്മാരുണ്ട്, അവരപ്പോൾ അവിടെ പോകും. ഇന്ന് നമ്മൾ സ്ഥലം മേടിക്കുന്ന പോലെ ഞാൻ 10 സെന്റ് സ്ഥലം മേടിക്കുക, 5 സെന്റ് സ്ഥലം മേടിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എനിക്ക് അതിന്റെ ലാൻഡ് ലീഡൊക്കെ എഴുതി തന്ന് ഇങ്ങനത്തെ ചെയ്യുന്ന പരിപാടിയല്ല. അന്ന് ഫ്യൂഡലിസമാണ്. അപ്പോൾ ജന്മി കുടിയാനാണുള്ളത്. അപ്പോൾ ജന്മിയുടെ സ്ഥലം മറ്റൊരാൾക്ക് കാശ് കൊടുത്ത് വെക്കുമ്പോൾ ആ കുടിയന്മാർ ഇവിടെ, അങ്ങനെ ചോദ്യമുണ്ട്. ആ കുടിയന്മാരെ ആട്ടിപ്പായും, അല്ലെങ്കിൽ പിന്നെ അവർ മാറില്ല. അങ്ങനെ ഉണ്ടാവുന്ന മിലീഷ്യയാണ്, അതായത് സെറ്റിൽമെന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനും അവിടെ കുടിയാന്മാരായിട്ടുള്ള താമസിക്കുന്ന ആൾക്കാരെയും അവരെ പുറന്തള്ളാനുണ്ടാക്കുന്ന മിലീഷ്യകൾ ഉണ്ടാവുന്നുണ്ട്. ആ ചെറിയ ചെറിയ മിലീഷ്യകൾ കൂടി ഉണ്ടാവുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട വലിയ മിലീഷ്യയാണ് ഹഗനൻ. ഹഗനൻ എന്ന് പറഞ്ഞാൽ ഡിഫൻസ് എന്നാണ് അർത്ഥം. അതൊരു ഹീബ്രു വാക്കാണ്. ഡിഫൻസ് എന്നാണ് അതിന്റെ അർത്ഥം. ഡിഫൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ സെറ്റിൽമെന്റ് ഡിഫൻസ്. ആ ഹഗനന്റെ നേതാവായിരുന്നു ബെൻ ഗുരിയോൺ. ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ബെൻ ഗുരിയോൺ. വയലന്റ് ആയിട്ട്, ബേസിക്കലി ഇറ്റ്സ് എ കോളനൈസിങ് പ്രോജക്ട്, റൈറ്റ്? ഭൂമികൾ പിടിച്ചെടുക്കുക. സോ അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സയനിസ്റ്റ് ലീഡറായിരുന്നു ജെബോട്ടിൻസ്കി എന്ന് പറയുന്നത്. പുള്ളിയെ റിവിഷനിസ്റ്റ് എന്നാണ് പറയുന്നത്. റിവിഷനിസ്റ്റ് എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ സയനിസ്റ്റ് ആവശ്യപ്പെട്ടത് പലസ്തീൻ മാത്രമാണ്. റിവിഷനിസ്റ്റ് പറയുന്നത് അതിലും കൂടുതൽ വേണമെന്നാണ്. അപ്പോൾ പലസ്തീനിലെ സമരങ്ങളിൽ നമുക്കറിയാം, റിവർ ടു ദ സീ, അതായത് ജോർദൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെ. റിവിഷനിസ്റ്റ് പറയുന്നത് യൂഫ്രട്ടിസ് നദി മുതൽ ഇതുവരെ, അതായത് അതിൻ്റെ അകത്ത് മെഡിറ്ററേനിയൻ കടൽ, അതിൻ്റെ അകത്ത് ഇറാഖ് പെടും, സിറിയയുടെ ഭാഗങ്ങൾ പെടും, ലെബനോൺ പെടും, ഇങ്ങനെ എല്ലാം പെടും. സോ ഇറ്റ്സ് എ ഗ്രാൻഡർ കോളനൈസേഷൻ പ്രോജക്ട്. സോ അതുകൊണ്ടാണ് അവർ സയനിസ്റ്റ് റിവിഷനിസ്റ്റ്. റിവിഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ കോളനൈസേഷൻ റിവൈസ് ചെയ്യണമെന്നല്ല, കോളനൈസേഷന്റെ ടെറിട്ടറി റിവൈസ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് അവർ റിവിഷനിസ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ജെബോട്ടിൻസ്കി. ജെബോട്ടിൻസ്കിയുടെ പേരിൽ ഏറ്റവും കൂടുതൽ തെരുവുകളും ബിൽഡിങ്ങുകളൊക്കെ പിന്നെ നാമകരണപ്പെട്ടിട്ടുള്ള നേതാവാണ് ഇസ്രായേലിൽ. പുള്ളി എഴുതിയൊരു ഡോക്യുമെന്റ് ആണ് ദ അയൺ വാൾ, 1923 അതിനകത്ത് അദ്ദേഹം പറയുന്നത് വോളണ്ടറി എഗ്രിമെന്റ് നോട്ട് പോസിബിൾ. There can no voluntary agreement between ourselves and the Palestinian Arabs now, nor the prospective future. I say this with
such conviction not because I want to hurt the moderate Zionist. I do believe that they will be hurt, except for those who were born blind. They realized long ago that it is utterly impossible to obtain voluntary consent of Palestine Arabs for converting Palestine from an Arab country with a Jewish majority into a country with a Jewish majority. അതിൽ അടുത്ത ഇത്, the native population, civilized or uncivilized, have always stubbornly resisted the colonist, irrespective of whether they were civilized or savage. ഇതാണ് ജബോട്ടിൻസ്കിയുടെ ആശയം. അതായത് ഒരു കാലത്തും ഒരു നേറ്റീവ് പോപ്പുലേഷൻ ഒരു ഫോറിൻ കോളനൈസറിനെ അനുവദിക്കില്ല. They will always resist. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കോർ ഐഡിയ എന്താണ് സയൻസിന്റെ? അവരെ തന്നെ വിളിക്കുന്നത് കോളനൈസറിനാണ്. ഇപ്പൊ ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന വിമൽ കുമാർ എന്ന് പറഞ്ഞ പോലെ അവരെ തന്നെ വിളിച്ചത് കോളനൈസറിനാണ്. നിങ്ങൾ സയനിസ്റ്റ് ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവർ എഴുതിയത് വായിക്കണം. അതല്ലാണ്ട് നിങ്ങൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്താണ് അവരെ കുറിച്ച് ചിന്തിച്ചിരുന്നത്, അവരുടെ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് എന്തായിരുന്നു, അവരുടെ മിഷൻ എന്തായിരുന്നു, അവരുടെ ഗോൾസ് എന്തായിരുന്നു, അവരുടെ മെത്തേഡ്സ് എന്തായിരുന്നു എന്ന് അവരെ തന്നെ എഴുതി വെച്ചു. അത് വായിക്കുമ്പോഴാണ് നിങ്ങൾ അവരാരാണെന്ന് മനസ്സിലാക്കുന്നത്, അല്ലെ? സോ ജബോട്ടിൻസ്കിയെ പോലുള്ള സയനിസ്റ്റുകൾ എഴുതി വെച്ചിട്ടുള്ളതാണ് ഒരു കാലത്തും ഒരു നേറ്റീവ് പോപ്പുലേഷൻ അംഗീകരിക്കില്ല. സോ ദിസ് ഈസ് എ കോളനൈസിങ് പ്രോജക്ട്, സെറ്റിലർ കോളനൈസേഷൻ. ഈ സെറ്റിലർ കോളനൈസേഷൻ എന്ന വാക്ക് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം പലരും ഇതിനെ മൈഗ്രേഷൻ ആയിട്ടും കോൺകസ്റ്റുമായിട്ടൊക്കെ കൺഫ്ലേറ്റ് ചെയ്യുന്നുണ്ട്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ജോലി വേണം, ഞാൻ പോയി അമേരിക്കയിൽ പോയി താമസിക്കുന്നത്, അത് മൈഗ്രേഷൻ. അല്ലെങ്കിൽ വ്യാപകമായിട്ട് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ജനത മാറി റെഫ്യൂജി ആയിട്ട് മറ്റൊരു രാജ്യത്ത് പോയി താമസിക്കുന്നു. അതിനെ മൈഗ്രേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇല്ലീഗൽ ഓർ ലീഗൽ, ഇറ്റ് ഡസന്റ് മാറ്റർ, ഔട്ട്കം ഈസ് ദ സെയിം. പിന്നെ ഉള്ളത് കോൺകസ്റ്റ് ആണ്, അതായത് ഒരു രാജ്യം അനക്സ് ചെയ്യാണ്, അതായത് ഒരു ടെറിട്ടറി അനക്സ് ചെയ്യണം. അനക്സ് ചെയ്യുന്ന പറഞ്ഞാൽ അവർ ആ രാജ്യത്തിന്റെ ടെറിട്ടറി ആയിട്ട് തുടരും, ആ ജനത അവിടെ തന്നെ കാണും, അവർക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറ്റുന്നില്ല, അവരവിടെ തന്നെ കാണും. സെറ്റിലർ കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ കോളനൈസേഷൻ ഉണ്ട്, എക്സ്ട്രാക്ഷൻ കോളനി. ഇപ്പൊ ഇന്ത്യ ഒരു എക്സ്ട്രാക്ഷൻ കോളനി ആയിരുന്നു. ഇന്ത്യനെ ബ്രിട്ടീഷുകാർ ഒന്നും ഇവിടെ സെറ്റിൽ ഒന്നും ചെയ്തിട്ടില്ല, അവർ ഇവിടെ കൊള്ളയടിക്കാൻ വന്നതാണ്, നമ്മുടെ റിസോഴ്സ് എടുത്തുകൊണ്ട് പോകാൻ വന്നതാണ്. അപ്പൊ അത് എക്സ്ട്രാക്ഷൻ കോളനിയാണ്. സെറ്റിലർ കോളനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേറ്റീവ് പോപ്പുലേഷനെ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്ത് പുതിയൊരു പോപ്പുലേഷൻ അവരുടെ സംസ്കാരവും അവരുടെ ആളുകളെയും കൊണ്ടുവന്ന് സെറ്റിൽ ചെയ്യിക്കുന്ന പരിപാടിയാണ് സെറ്റിലർ കോളനൈസേഷൻ വിളിക്കുന്നത്. അതിപ്പോ അമേരിക്ക, കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ഇസ്രായേൽ, 5 സെറ്റിലർ കോളനീസ് ആണ് നമുക്കിപ്പോ കൃത്യമായിട്ട് ഇപ്പൊ നമ്മുടെ മോഡേൺ ഡേയിൽ പറയാൻ പറ്റുന്നത്. പിന്നെ പാർഷ്യൽ സെറ്റിലർ കോളനീസ് ഉണ്ട്, ഉദാഹരണം സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ എന്നൊക്കെ പറയുന്ന പാർഷ്യൽ സെറ്റിലർ കോളനീസ്, അല്ലെങ്കിൽ അൾജീരിയ, ന്യൂ കളറോണിയ എന്നൊക്കെ പറയുന്നത് പാർഷ്യൽ സെറ്റിലർ കോളനീസ്. അവിടെ എല്ലാവരെയും ഉന്മൂലനം ചെയ്തിട്ടില്ല, കുറച്ച് വന്ന് സെറ്റിൽ ചെയ്തിട്ട് അവർ അതിനെ കൺട്രോൾ ചെയ്യാണ്. ബട്ട് ഇസ്രായേൽ ഈസ് എ സെറ്റിലർ കോളനൈസർ പ്രോജക്ട്. ഇനി അവിടെ ജീവിച്ച മനുഷ്യരുടെ മതവും ഒന്നുമല്ല അവിടെ പ്രശ്നം. അവിടെ ഇനി ഹിന്ദുക്കളായിരുന്നെങ്കിൽ ഒന്നും ആലോചിച്ച് നോക്കൂ, ബ്രിട്ടീഷുകാർക്ക് അന്ന് ഇന്ത്യയുണ്ട് അവരുടെ കയ്യിൽ. അവർക്ക് ഇസ്രായേൽ എന്ന രാജ്യം കൊടുക്കാൻ തോന്നിയത് ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ മഹാരാഷ്ട്രയിലോ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ആൾക്കാർ ഇപ്പോൾ ഇന്നും സമരം ചെയ്തേനെ, അല്ലെങ്കിൽ തോക്കെടുത്തോണ്ട് ഇവരെ വെടിവെച്ച് വല്ല ഇതേ സാധനം തന്നെ ചെയ്തേ. കാരണം ഇതൊരു സെറ്റിലർ കോളനിയൽ പ്രോജക്റ്റ് ആണ്. സോ ഇപ്പോ ഞാൻ നിർത്തിയത് ഇർഗുണിലാണ്. ഇർഗുൺ എന്ന മിലീഷ്യ വ്യാപകമായിട്ട് വയലൻസ് അയച്ചു വിടുന്നുണ്ട്, പുതിയ പുതിയ സെറ്റിൽമെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഏകദേശം 1936 വരുമ്പോഴത്തേക്കും ഈ സംഘർഷം വളരെ വളരെ കൂടുതൽ. കാരണം അവിടെ യൂറോപ്പിൽ നമ്മുടെ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള യഹൂദർക്കെതിരെയുള്ള പീഡനം തുടങ്ങിക്കഴിഞ്ഞു. അവർക്കെതിരെ പ്രൊപ്പഗാൻഡ തുടങ്ങി, അവരെ പിടിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇടാൻ തുടങ്ങി, ഇങ്ങനെ പലതും തുടങ്ങിക്കഴിഞ്ഞു. സോ വളരെയധികം ആൾക്കാർ പിന്നെയും കൂടി വരും. 1933 ഹിറ്റ്ലർ അവിടെ അധികാരത്തിൽ വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 1936 ആകുമ്പോഴത്തേക്കും ഇത് 10,000-കണക്കിന് ആൾക്കാരാണ് പലസ്തീനിലേക്ക് മൈഗ്രൻസ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഇതൊരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യും. കാരണം ഈ വരുന്നവര് അഗതികളായിട്ടല്ല വരുന്നത്, ആയുധങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഈ ഹഗ്നാന്റെ ആയുധങ്ങളും ഇതിന്റെ സപ്പോർട്ടും കൊണ്ടൊക്കെയാണ് ഇവർ ഈ കോളനീസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ അറബ്സ് അവിടെ താമസിക്കുന്ന ആൾക്കാർ ഇത് എന്ത് സംഭവിക്കുന്നത്? ആദ്യം കുറെ കാലം ഓട്ടോമൻസ് ഞങ്ങളെ ഭരിച്ചു, ഇപ്പൊ ബ്രിട്ടീഷുകാർ ഭരിക്കും. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ദാണ്ടറാതെ വേറെ കുറെ ആൾക്കാർ വരും. അപ്പൊ അവര് പറയുന്നത് ഞങ്ങളും മിലീഷ്യ ഉണ്ടാക്കും. അങ്ങനെ അവര് മിലീഷ്യ ഉണ്ടാക്കി, അവര് തിരിച്ച് അടിക്കാൻ തുടങ്ങി. അറബ്സിന്റെ മിലീഷ്യ അടിച്ചു. ബട്ട് ഇറ്റ് വാസ് വെരി, അവരുടെ ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ റെസിസ്റ്റൻസ് ഉണ്ടായി, വയലൻസ് ഉണ്ടായി. 1936 to 1939 ഈ ഒരു വയലൻസ് ഉണ്ടാവും ഇവർ തമ്മിൽ. ബ്രിട്ടീഷുകാർക്ക് ഇത് പിടിക്കുന്നത്, കാരണം എപ്പോഴും ബ്രിട്ടീഷുകാരുടെ ടെറിട്ടറിയാണത്. അപ്പോൾ സ്വന്തം ടെറിട്ടറിയിൽ ഒരു സിവിൽ വാർ ഉണ്ടാവാൻ
ഒരു ഭരണാധികാരിയും താല്പര്യപ്പെടില്ല. അവരതിനെ ക്രഷ് ചെയ്യുന്നുണ്ട്, അവർ അതിനെതിരെ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അവർ പറയുന്നു ഇനി തൊട്ട് ഒരു നമ്പർ വെക്കും, എനിക്ക് തോന്നുന്നു 10,000, ഒരു വർഷം 10,000 പേരെ ഇനി ഇങ്ങോട്ട് കയറ്റി വിടുള്ളൂ എന്നുള്ളൊരു ഇത് അവര് വെക്കുന്നുണ്ട്. അപ്പോ അതിനെ ഹഗ്നാൻ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഹഗ്നാന് തീവ്രത പോരാ എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ സംഘടനയാണ് ഇർഗുൺ. ഇർഗുൺ എന്ന് പറയുന്നത് സ്വയം ഭീകരവാദ സംഘടന എന്നുള്ളതാണ്. അവർ അവർ തന്നെ വിളിക്കുന്നത് ഭീകരവാദ സംഘടന. ഹഗ്നാൻ വിളിച്ചത് മിലീഷ്യ എന്നാണെങ്കിൽ ഇർഗുൺ വിളിച്ചത് ഭീകരവാദ. അവര് ഈ കിങ് ഡേവിഡ് ഹോട്ടലിൽ ബോംബ് വയ്ക്കുക, ഇങ്ങനെ അവര് ബ്രിട്ടീഷുകാർക്കെതിരെയാണ് ഇത് ചെയ്യുന്നെങ്കിലും അത് സ്വാതന്ത്ര്യ സമരമല്ല. ഇപ്പൊ ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് സ്വാതന്ത്ര്യ സമരം. കാരണം നമ്മുടെ നാടാണ്, നമ്മുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ പോകുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഇതങ്ങനെയല്ല, ഇത് അവരുടെ നാടല്ല. അവര് മറ്റൊരു കോണ്ടിനെന്റിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് താമസിച്ച് സെറ്റിൽ ചെയ്തിട്ട് ഈ ആൾക്കാരെ വോട്ടിപ്പ് അയച്ചിട്ട് ഞങ്ങൾക്ക് രാജ്യം തരൂ എന്നും പറഞ്ഞുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. അത് സ്വാതന്ത്ര്യ സമരമല്ല, അത് കോളനൈസേഷൻ സമരമാണ്. ഞങ്ങൾക്ക് കോളനി ഉണ്ടാക്കി തരൂ എന്നും പറഞ്ഞുണ്ടാക്കുന്ന സമരമാണ്. സോ ഇർഗുൺ ഈ ഹഗ്നാന് തീവ്രത പോരാ എന്നും പറഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു സംഘടനയാണ്. അവരും ഇതുപോലെ വ്യാപകമായിട്ട് വയലൻസ് പലസ്തീൻ ഒട്ടാകെ ഉണ്ടാക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാരെ ആക്രമിക്കുന്നുണ്ട്, അതുപോലെ പലസ്തീനികളെ ആക്രമിക്കുന്നുണ്ട്, ഗ്രാമങ്ങൾക്ക് തീ വെക്കുന്നുണ്ട്, അക്വയർ ചെയ്യുന്നുണ്ട്, ലാൻഡ് അക്വയർ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. ഇനി ഈ രണ്ട് സംഘടനകൾക്കും തീവ്രത പോരാ എന്നും പറഞ്ഞാൽ ലേഹി എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്നത്, LEHI, ലേഹി. അവരും ഇതേപോലെ തന്നെ പല ബോംബാക്രമണങ്ങളും മറ്റ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത്, അതായത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹഗ്നാനും ഇർഗുണും ഒന്ന് സോഫ്റ്റ് ആവും. അതായത് കാരണം ബ്രിട്ടീഷുകാർ ജയിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു. അത് ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കാമെന്ന് അവർ ചിലപ്പോൾ അപ്പോഴാണ് ലേഹി പറഞ്ഞത്, ഇല്ല അതല്ല നമ്മുടെ ഗോൾ, നിങ്ങൾ പോരാ, നിങ്ങൾ ശരിക്കും ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തീവ്രത പോരാന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുന്നത്. ഈ സംഘടനകളിലൊക്കെ വന്നവരെല്ലാം തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിമാരും ഡിപ്ലോമാറ്റ്സ് ഒക്കെ ആയിട്ട്. ഉദാഹരണത്തിന് ഇഷാഖ് സമീർ, എനിക്ക് തോന്നുന്നു ഇർഗുന്റെ ആണോ ലേഹിന്റെ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ബട്ട് ഹി ബേസിക്കലി ഓർക്കസ്ട്രേറ്റഡ് ദാറ്റ് ബോംബിംഗ് ഓഫ് കിങ് ഡേവിഡ് ഹോട്ടൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കുക. ഇഷാഖ് സമീർ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിരുന്നു 1980s. ഹി വാസ് എ മെമ്പർ ഓഫ് ഇർഗുൻ. അതായത് ഭീകരവാദിയായിരുന്നു. അന്ന് ബോംബ് വെച്ച് മനുഷ്യരെ കൊല്ലുന്ന സംഘടനയുടെ മെമ്പർ ആയിരുന്നു അയാൾ. അതുപോലെ തന്നെയായിരുന്നു മിക്ക ഇസ്രായേലി നേതാക്കളെല്ലാം ആ ചരിത്രത്തിൽ നിന്ന് വരുന്നത്. ഈ ഇർഗുൺ, ലേഹി, ഹഗ്നാൻ എന്ന 3 മിലിഷ്യകൾ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളുടെ ഭാഗമായിട്ട് നിന്നവരായിരുന്നു. ഇതിന്റെ ഇടയിൽ വളരെ രസകരമായിട്ടൊരു സംഭവം ഉണ്ടാകുന്നു. അതാണ് ഹവാര എഗ്രിമെന്റ്. ഹവാര എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, നാസികൾ യഹൂദരെ കൊന്നൊടുക്കുന്നവരാണ്. അവര് കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് നാസികളെ കൊല്ലുകയാണ്. യഹൂദരുടെ കോളനൈസിങ് സംഘടനയാണ് ഈ സയനിസ്റ്റ് സംഘടനകൾ. ഇവര് തമ്മിൽ ഒരു ചേരിയിൽ വരുന്നുണ്ട്, ഒരു എഗ്രിമെന്റിൽ വരുന്നുണ്ട്, ഹവാര എഗ്രിമെന്റ്. അത് പ്രകാരം നാസി ജർമ്മനി ഒരു വർഷം ഇത്രത്തോളം യഹൂദരെ ഇവർക്ക് സപ്ലൈ ചെയ്യാൻ, അതായത് സെറ്റിലേഴ്സ് ആയിട്ട് സപ്ലൈ ചെയ്യാൻ, കടത്തിവിടാം എഗ്രിമെന്റ് ഉണ്ടാകും. ചരിത്രം ഇതിൽ എന്ത് വൈരുദ്ധ്യമാണെന്ന് ആലോചിച്ചു. യഹൂദരെ കൊന്നൊടുക്കണമെന്ന് പറയുന്ന നാസികളും യഹൂദരുടെ സെറ്റിലർ കോളനി ഉണ്ടാക്കുന്ന വരുന്നത് രണ്ടും ഒന്ന് ചേരുകയാണ്. ബേസിക്കലി ബിക്കോസ് ദേ ആർ ബോത്ത് ദ സെയിം. അതുകൊണ്ടാണ്. കാരണം രണ്ടും കോളനൈസേഴ്സ് ആണ്, രണ്ടും മറ്റൊരുത്തന്റെ ലിവിങ് സ്പേസ്. ഇപ്പൊ നാസി ജർമ്മനിയുടെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെബൻസ്ട്രോം എന്ന് പറഞ്ഞാൽ ലിവിങ് സ്പേസ്, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള, ജർമ്മനിക്കാർക്ക് ജീവിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കുക. അതിനാണ് അവര് പോളണ്ടും സോവിയറ്റ് യൂണിയനൊക്കെ ആക്രമിച്ച് ആ ലിവിങ് സ്പേസിന് വേണ്ടിയാണ്. അതായത് എന്താ പറയാ, ആര്യൻ റേസിന് വേണ്ടി, ഏറ്റവും മഹത്തരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മറ്റ് രണ്ടാംകിട ആൾക്കാർ മാറിത്തരാം. അത് തന്നെയാണ് സയൻസ്. ഗോഡ്സ് ചോസൺ പീപ്പിൾ ആണ് ഞങ്ങൾ എന്നും പറഞ്ഞാണ് അവർ വരുന്നത്. ദൈവം തിരഞ്ഞെടുക്കുക, ഞങ്ങൾക്ക് വേണ്ടി ഇവര് അറബുകൾ മാറിത്തരണം. രണ്ടും ഒരേ ആശയമാണ്, അവര് തമ്മിൽ ചേരും. അപ്പൊ ഇത് കോൺട്രഡിക്ഷൻ അല്ല. ഇത് കേൾക്കുമ്പോൾ കോൺട്രഡിക്ഷൻ ആണെന്ന് തോന്നുമെങ്കിലും ആക്ച്വലി ദേ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് ടുഗദർ. സോ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്, ഹവാര എഗ്രിമെന്റ്. അത് കഴിഞ്ഞിട്ട് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നു. ഓഫ് കോഴ്സ് യഹൂദരെ നാസികൾ വ്യാപകമായിട്ട് ഏകദേശം 52 ലക്ഷം യഹൂദരെയാണ് കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് അവർ കൊല്ലുന്നത്. പിന്നെ അവരെ മാത്രമല്ല, ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ യഹൂദരെ മാത്രമല്ല, അവര് റോമാസിനെ കൊന്നിട്ടുണ്ട്, സോഷ്യലിസ്റ്റുകളെ, കമ്മ്യൂണിസ്റ്റുകളെ, ലേബർ മൂവ്മെന്റുകൾ നടത്തുന്നവരെ, അവർക്ക് ഇഷ്ടമില്ലാത്ത ഇപ്പോ ഹോമോസെക്ഷൽസ്, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ LGBT കമ്മ്യൂണിറ്റി, ഇവരെല്ലാവരും അവർക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ മൈനോറിറ്റീസിനെയും സോഷ്യലിസ്റ്റുകളെയും അവർ ഇവിടെ ഇട്ട് കൊല്ലുന്നു. പക്ഷെ നമ്മൾ ഹോളോകാസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും യഹൂദൻ മാത്രമാണെന്ന് പറയുന്നത് തെറ്റാണല്ല, അങ്ങനെയല്ല. ഓഫ് കോഴ്സ് ദേ വേർ ദ മെജോറിറ്റി ഓഫ് ഇറ്റ്. ഏറ്റവും കൂടുതൽ കൊന്നത് യഹൂദനാണ്. പക്ഷെ അതിനൊപ്പം തന്നെ നല്ല സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള പോർഷനിൽ അവർ അവർക്ക് ഇഷ്ടമില്ലാത്ത അവരുടെ ശത്രുക്കൾ എന്ന് അവർ കൽപ്പിച്ചവരെ അവർ ഇതുപോലെ തന്നെ കൊന്നിട്ടുണ്ട്.
ആദ്യത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടാവുന്നത് യഹൂദർക്ക് വേണ്ടിയല്ല, അത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഉണ്ടാവുന്നത്. 1936 ഉണ്ടാവും കോൺസെൻട്രേഷൻ ക്യാമ്പ്. സോ എനിവേ ദാറ്റ്സ് നോട്ട് ദ പോയിന്റ്. വളരെയധികം ആൾക്കാർ കൂടുതൽ പലായനം ചെയ്യും. കാരണം ഓഫ് കോഴ്സ് അവരെ അവിടെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ അവിടെ നിന്ന് ഓടിപ്പോണ്ടിരിക്കാൻ പറ്റും. ഓഫ് കോഴ്സ് അവർ മനുഷ്യരാണ്, അവർ ഓടിപ്പോകണം. എങ്ങോട്ട് ഓടിപ്പോകും? ഇവിടെ ഒരു സെറ്റിലർ കോളനിയിൽ പ്രോജക്ട് നടക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോയി താമസിക്കാം, അങ്ങോട്ട് പോകും. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു, ഓഷ്വിറ്റ്സ് ലിബറേറ്റ് ചെയ്യുന്നു. ഓഷ്വിറ്റ്സ് ആണ് ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പ്. സോ ഓഷ്വിറ്റ്സിനെ സോവിയറ്റ് യൂണിയൻ ലിബറേറ്റ് ചെയ്യുന്നു. അവിടെ നടന്ന യാതനകൾ, അവിടുത്തെ അവരനുഭവിച്ച യാതനകൾ, അവർ പീഡനങ്ങളെല്ലാം ലോകം അറിയാണ്. യഹൂദർക്ക് വലിയൊരു എന്താ പറയാ, ഒരു സപ്പോർട്ട്. ഇത്രയും ദുരിതവനിച്ച മനുഷ്യർക്ക് എന്തായാലും ഒരു രാജ്യം വേണം, എന്നാൽ അവർക്ക് ആ രാജ്യം കൊടുത്തി എന്നൊരു പിന്നെ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ആശയം അല്ലെങ്കിൽ ഒരു അഭിപ്രായം ഉയർത്തിരിഞ്ഞു വരികയാണ്. ആൻഡ് ദാറ്റ് ഫ്യൂവൽസ് മോർ പ്രോബ്ലം ഇട്ടു. കാരണം ഈ ആൾക്കാർ പോകുന്ന താമസിക്കുമ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഫലസ്തീനികൾ അവിടെ പോകും. ഇങ്ങനെയാണ് 1947-48 നഗ്ബയിലേക്ക് വരുന്നത്. നഗ്ബ എന്ന് അറബികൾ നഗ്ബ എന്നാണ് അതിനെ ഓർക്കുന്നത്. നഗ്ബ എന്ന് പറഞ്ഞാൽ കറ്റാസ്ട്രോഫി, ദുരന്തം. ഏകദേശം 7.5 ലക്ഷം ഫലസ്തീനികൾ അവിടെ നിന്ന് അവരുടെ വീടും വിട്ട് ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ ഇർഗുൺ, ഹഗനാൻ, ലേഹി ഈ 3 സംഘടനകൾക്കും പങ്കുണ്ട്. രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 സംഘടനകളും ചേർന്നുണ്ടാക്കിയ സംഘടനയുടെ പേരാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ്, IDF, അല്ലെങ്കിൽ ഞാൻ അതിനെ വിളിക്കുന്നത് ഇസ്രായേലി ഓക്യുപ്പൈഡ് ഫോഴ്സ്, IOF. സോ 3 മിലിഷ്യ അല്ലെങ്കിൽ ഭീകരവാദ സംഘടനകൾ ചേർന്നുണ്ടാക്കിയതാണ് IDF എന്ന് പറയുന്ന ഇന്നത്തെ ഇസ്രായേലി മിലിറ്ററി. സോ അതിനെ ഓഫ് കോഴ്സ് ബ്രിട്ടൻ സഹായിക്കുന്നുണ്ട്, ഫ്രാൻസ് സഹായിക്കുന്നുണ്ട്. അതായത് ആർമമെന്റ്സ്, ഓർഡിനൻസ് എല്ലാം കൊടുത്ത്, എല്ലാം ആയുധങ്ങളെല്ലാം കൊടുത്ത് സഹായിക്കുന്നു. കാരണം ബ്രിട്ടീഷുകാർ ഇതിനെ കണ്ടത് ഇത് ഞങ്ങളുടെ ഒരു ഔട്ട് പോസ്റ്റ് ആണ്. അതായത് സൂയസ് കനാൽ നിയന്ത്രിക്കാനും മിഡിൽ ഈസ്റ്റിൽ ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഞങ്ങൾക്ക് അവിടെ ഒരു വാടക ഗുണ്ടേ വേണം. ബേസിക്കലി അതാണ്, പച്ചക്ക് പറഞ്ഞ അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് അവിടെ ഒരു മിഡിൽ ഈസ്റ്റിൽ ഒരു വാടക ഗുണ്ടേ വേണം. അതാണ് ഇസ്രായേൽ. അതുകൊണ്ടാണ് ഈ ബ്രിട്ടീഷുകാർക്ക് സ്നേഹം കൊണ്ടൊന്നുമല്ല, യഹൂദന്മാരോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഫ്രാൻസിന് യഹൂദന്മാരോട് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു ഇവരെ. ഇതുകൊണ്ടല്ല ഇവർക്ക് ഈ ആയുധവും ഈ ഭൂമിയും ഒക്കെ കൊടുത്ത് ഇവരെ സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടല്ല, അവർക്ക് അവരുടെ താല്പര്യം, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ, അവരുടെ ചൊൽപ്പടിക്ക് പെരുമാറുന്ന ഒരു വാടക ഗുണ്ടയെ അവിടെ ആ ഏരിയയിൽ വേണം. അതാണ് അവരുടെ താല്പര്യം. ആ മിഡിൽ ഈസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഒരാളെ വേണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ഇവിടെയാണ് ഫസ്റ്റ് അറബ് ഇസ്രായേലി വാർ ഉണ്ടാവുന്നത്. ഇത് അറബ് രാജ്യങ്ങൾ, അതിന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ, ജോർദൻ, ലെബനൻ, സിറിയ, ഇറാഖ്, ഈജിപ്ത്, ഇതൊക്കെയാണ് ആദ്യമായിട്ട് ബാധിക്കും. കാരണം എന്താ? 7.5 ലക്ഷം മനുഷ്യരെ അവരുടെ വീടുകളിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ഇത്രയധികം ആൾക്കാർ എവിടെ പോയി താമസിക്കും? അവര് ജോർദനിൽ പോയി താമസിച്ചു, ലെബനോണിൽ പോയി താമസിച്ചു, അല്ലെങ്കിൽ സിറിയയിലോ ഇറാഖിലോ ഈജിപ്തിലോ കുറച്ചൊക്കെ പോയിട്ടുണ്ട്. ഏകദേശം ആ ഒരു ഏരിയയിൽ, ആ ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന അറബ് രാജ്യങ്ങളിലാണ് ഏകദേശം ഇന്ന് 50 ലക്ഷത്തോളം ഫലസ്തീനികളുണ്ട്. അതായത് അന്ന് ഓടിപ്പോയവരുടെ പിൻതലമുറക്കാർ, ഒരു 2-3 തലമുറ കഴിഞ്ഞിട്ട് അവരുടെ പോപ്പുലേഷൻ വർദ്ധിച്ചിട്ടുണ്ട്. ഓഫ്കോഴ്സ് ഏതൊരു രാജ്യത്തിന്റെ പോപ്പുലേഷൻ വർദ്ധിക്കുന്ന പോലെ. ഇപ്പൊ ഇന്ത്യയുടെ അന്ന് 47 crore ആയിരുന്നു, ഇന്ന് 140 crore ആണ്. എന്ന് പറഞ്ഞാൽ അന്ന് അവർ 7 ലക്ഷം പോയവരിൽ അത് 50 ലക്ഷമായി മാറി. സോ അങ്ങനെ അതുകൊണ്ടാണ്, അല്ലാണ്ട് 50 ലക്ഷം പേര് പോയതല്ല, അല്ലെങ്കിൽ 40 ലക്ഷം പേര് പോയതല്ല. അവർ 7 ലക്ഷം പേരാണ് പുറത്തേക്ക് പോയത്. അവർ പിന്നീട് അതൊരു വലിയ സൈസബിൾ പോപ്പുലേഷൻ ആയിട്ട് മാറി. 50 ലക്ഷം റെഫ്യൂജീസ് ഇസ്രായേലിന് ചുറ്റും ജീവിക്കുന്നുണ്ട്. അവരുടെ വീട് അതിന്റെ ഉള്ളിലാണ്. അതായത് അവരുടെ ആൻസെസ്ട്രൽ ഹോം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലാണ്. ഇതേപോലെ തന്നെ നടക്കുന്ന മറ്റൊരു സാധനമാണ് ഇതിന്റെ ചുറ്റും ഉണ്ടായിരുന്ന രാജ്യങ്ങൾ. അതായത് ഇറാഖ്, ഇറാൻ, സിറിയ, ഈജിപ്ത്, ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന യഹൂദര് അവര് ഇസ്രായേലിലേക്ക് പോകുന്നു. ഇപ്പൊ പലരും പറയുന്നുണ്ട് ഈ അറബ് നാട്ടിലുണ്ടായിരുന്ന യഹൂദരൊക്കെ അവിടെ പോയി, അവര് പലസ്തീനിൽ പോയി. കാരണം എന്താ? 7 ലക്ഷം പേരുടെ വീടാണ് അവിടെ ഒഴിഞ്ഞെടുക്കുന്നത്. 7 ലക്ഷം പേരുടെ വീടാണ് അവിടെ ഒഴിഞ്ഞെടുക്കുന്നത്. അപ്പൊ ആ വീട് ആരെങ്കിലും പോയി ഓക്യുപ്പൈ ചെയ്യണ്ടേ? പ്രൈം റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയാണ് കിട്ടുന്നത് ഫ്രീ ആയിട്ട്. അല്ലാണ്ട് അവരെ അതുപോലെ ഇനി പോവാത്തവരെ ഫോഴ്സിബിളി ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻസിലൂടെ, അതായത് നിങ്ങൾ ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയലൻസ് നേരിടേണ്ടി വരും എന്ന് പറഞ്ഞുള്ള ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷനിലൂടെ അവരെ ഭീതിപ്പെടുത്തി വോട്ടിക്കുന്നു. സോ പോയിന്റ് ഓഫ് ദി സ്റ്റോറി, സെറ്റിലേഴ്സ് അവിടെ വന്ന് താമസിക്കുന്നു. അങ്ങനെയാണ് അറബ് ഇസ്രായേലി വാർ ഉണ്ടാവുന്നത്. ഫസ്റ്റ് അറബ് ഇസ്രായേലി വാർ 1948. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബ്സിന് ഈ മൈഗ്രേഷൻ ഇഷ്ടമല്ല. കാരണം ഇപ്പൊ ഇന്ത്യ ബംഗ്ലാദേശിൽ ഇടപെട്ട് എന്തിനാണ്? ഇപ്പൊ 1971 വാർ എന്തുകൊണ്ടുണ്ടായത്? അമേരിക്കയുടെ അനുഗ്രഹ ആശംസകളോടെ പിന്നെ പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ വംശഹത്യ തുടങ്ങിയപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാർ ആസാമിലേക്കും ഒറീസയിലേക്കും വെസ്റ്റ് ബംഗാളിലേക്കും കുടിയേറാൻ തുടങ്ങി. കാരണം അവരെ കൊല്ലുമ്പോൾ അവരങ്ങോട്ട് പോകും, അല്ലെ? അപ്പോൾ ഇന്ത്യ കയറി ഇടപെട്ടു. കാരണം ഇന്ത്യക്ക് അതൊരു ക്രൈസിസ് ആണ്.
അപ്പോൾ ഇത്രയും മൈഗ്രേഷൻസ് ഉണ്ടാവുന്നു. അതുപോലെ ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് ഓൾസോ. അതായത് UN റെസൊല്യൂഷൻ 48 UN റെസൊല്യൂഷൻ പറഞ്ഞാൽ 30 അന്ന് 48 30% അതായത് ആ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പലസ്റ്റൈൻ എന്ന് പറയുന്ന ഏരിയയിൽ 30% യഹൂദര്. ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പലസ്റ്റൈൻ തുടങ്ങുന്നതിന് മുമ്പ്, അതായത് 1914 10% യഹൂദർ. അത് മാറി 30%. അത് സെറ്റിൽ ചെയ്തവരാണ്, വന്ന് താമസിക്കുന്നവരാണ്, മൈഗ്രേറ്റ് ചെയ്യുന്നവരാണ്, ഭൂമി മേടിച്ചവരുണ്ടാവും. അഗൈൻ 7%, only 7%. അവർക്ക് 55% ഭൂമി കൊടുക്കുക. നേറ്റീവ്സ് ആയിട്ടുള്ള അറബ്സിന് 45%. ഇത് 55-45 എന്ന് മാത്രമല്ല, പോർട്ടുകൾ, പ്രധാനപ്പെട്ട പവർ ജനറേഷൻ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല ഇസ്രായേലിലും. ബാക്കി എന്താ പറയാ, വലിയ സ്ട്രാറ്റജിക് അല്ലാത്ത സാധനങ്ങളെല്ലാം പലസ്തീനികൾ. അത് ന്യായമല്ല. തേർഡ്, എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ അറബ് രാജ്യങ്ങൾക്ക് പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചനം നേടിയ രാജ്യങ്ങളായിരുന്നു ഇതിൽ പലരും. അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്ന് മോചനം നേടിയ രാജ്യങ്ങൾ, സിറിയ, ലെബനോൺ, ഈജിപ്ത്. ഇവന്മാരുടെ ഒരു വാടക ഇവിടെ രാജ്യം ഉണ്ടാകും. അത് ക്ലിയർ ആണ്, അബ്സല്യൂട്ട്ലി ക്ലിയർ. ഇവരുടെ സാങ്ഷൻഡ് ആയിട്ടുള്ള ഒരു സെറ്റിലർ കോളനിയാണ് ഇത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവരിങ്ങനെ ഇവിടെ ഒരു രാജ്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഞങ്ങൾക്ക് പ്രശ്നമാവും, ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇവർ കയറി ഇടപെടും എന്നുള്ള ഭയം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ അന്ന് റെസിസ്റ്റ് ചെയ്തത്. അവർ വളരെ പരിതാപകരമായിട്ട് തോൽക്കുകയാണ്. അറബ് ഇസ്രായേലി വാറിൽ ഇസ്രായേൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നൊക്കെ പറയുന്നു. ദേ ജസ്റ്റ് ഓവർവെൽംഡ് അറബ്സ്. കാരണം അറബ്സിന്റെ കയ്യിൽ അന്നിരിക്കുന്ന ഈ തുക്കട തോക്കുകളും സാധനങ്ങളൊക്കെയാണ്. ഇസ്രായേലിന് നല്ല അന്നത്തെ മോഡേൺ വെപ്പൺസ് അമേരിക്ക എന്നില്ല, ബ്രിട്ടനും ഫ്രാൻസും കൊടുത്തിരുന്നു, ഇൻക്ലൂഡിങ് ഫൈറ്റേഴ്സ്. എനിക്ക് ഫൈറ്റർ ജസ്റ്റ് ദസോൾട്ടിന്റെ അല്ലെങ്കിൽ മിറാഷോ, അങ്ങനെ ഫൈറ്റർ ജെറ്റ്സ് അവർ സപ്ലൈ ചെയ്തിരുന്നു. അത് 48 എന്നറിയില്ല, ബട്ട് ദേ ഡിഡ് ആസ് വെൽ. സോ അതോടെ ഇറ്റ് എസ്റ്റാബ്ലിഷ് ഏകദേശം 78% ലാൻഡ് അവർ ഓൺ ചെയ്യുന്നുണ്ട്. അതായത് 55% ആണ് അവർക്ക് അനുവദിച്ച് UN റെസൊല്യൂഷൻ പ്രകാരം. പക്ഷെ അവർക്ക് കിട്ടുന്നത്, അവർ പിടിച്ചെടുക്കുന്നത് 78% ലാൻഡ് യുദ്ധത്തിലൂടെ പിടിച്ചെടുക്കുകയാണ്. അവിടെ സെറ്റിൽ, അവർ തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ടെറിട്ടറികളാണ് ഗോളാൻ ഹൈറ്റ്സ്, അത് സിറിയയുടെ അല്ലെങ്കിൽ ലെബനോന്റെ ഭാഗം, വെസ്റ്റ് ബാങ്ക്, ജോർദൻ പിടിച്ചെടുക്കുകയാണ്. അതായത് ജോർദന്റെ ആർമി അതിന് കൺട്രോൾ ചെയ്യാൻ. സിനായ് പെനിൻസുല ഈജിപ്റ്റ് ആണ്. ഗാസ, സിനായ് പെനിൻസുലയുടെ മുകളിൽ കിടക്കുന്ന ഗാസ, ഇത് ഈജിപ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ടെറിട്ടറി. സോ ഈജിപ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ടെറിട്ടറി, ജോർദൻ അഡ്മിനിസ്ട്രേറ്റീവ് ടെറിട്ടറി, ഈ രണ്ട് വിഭാഗങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ അതാണ് പലസ്തീൻ. ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ടെറിട്ടറി. അവിടെയാണ് യുദ്ധം നിൽക്കുന്നത്. എന്ന് വെച്ചാൽ അത് ഈജിപ്തിന്റെയും ജോർദന്റെ ഭാഗമാണല്ലോ, അവർ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതാണ്. അത് പലസ്തീനികൾക്ക് വേണ്ടി അവർ ക്യാപ്ചർ ചെയ്യുന്നതാണ്, അതല്ലാണ്ട് അവർക്ക് ഭരിക്കാൻ വേണ്ടി അവർ ക്യാപ്ചർ ചെയ്യുന്നല്ല. അവരൊരിക്കലും അവരുടെ അനക്സ് ചെയ്ത് അവരുടെ ടെറിട്ടറി ആക്കുന്നില്ലെന്നാണ് എന്റെ ഓർമ്മ. അത് അഡ്മിനിസ്ട്രേറ്റീവ് ടെറിട്ടറി ആയിട്ട്, ഒരു കോൺഫ്ലിക്റ്റഡ് ടെറിട്ടറി ആയിട്ട് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആയിട്ട് നിൽക്കുന്ന സ്ഥലമാണ് അത്. അല്ലാണ്ട് അത് സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ ഭാഗം ഒരിക്കലും ആയിട്ടില്ല ആ ഭാഗങ്ങൾ. ബട്ട് ഇസ്രായേൽ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാകുന്നു. ദേ എസ്റ്റാബ്ലിഷ് 1948. അതിനുശേഷം ഞാൻ നേരത്തെ ഈ അറബികൾ ഭയപ്പെട്ടിരുന്ന എന്താണോ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചു, അത് എന്തായിരുന്നു ആ ഭയം നടക്കുകയാണ്. അതിലേക്ക് നമുക്ക് നോക്കാം. 1948 ശേഷം നടന്ന കോൺഫ്ലിക്റ്റുകൾ, അവരെന്തായിരുന്നു 1948 അവർ ഭയന്നിരുന്നത്, അത് തന്നെയാണ് പിന്നീട് 70 വർഷം നടന്നത്. നമുക്ക് അതിലേക്ക് അടുത്ത് നോക്കാം.